നമസ്കാരം. പറയാൻ പോകുന്നത് ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചാണ്. അതിൻ്റെ ചട്ടങ്ങളിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചാണ്. സംസ്ഥാനത്തെ ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള വീട് വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിത പാർപ്പിട സംവിധാനം ഉണ്ടാക്കിക്കൊടുക്കുക എന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം. 2025 മാർച്ച് 31-നകം ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ച കുടുംബങ്ങളുടെ എണ്ണം 5 ലക്ഷത്തിലെത്തിക്കാനാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. മാനസിക വെല്ലുവിളി നേരിടുന്നവർ, ഭിന്നശേഷിക്കാർ, അഗതികൾ, ഗുരുതര രോഗമുള്ളവർ, അവിവാഹിതരായ അമ്മമാർ, ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ജോലി ചെയ്ത് വരുമാനം കണ്ടെത്താൻ കഴിയാത്തവർ, വിധവകൾ തുടങ്ങിയവർക്കാണ് പദ്ധതിയിൽ മുൻഗണന ലഭിക്കുക. 2011 സർവേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പട്ടിക എന്നിവയിലൂടെയാണ് അർഹരെ തീരുമാനിക്കുന്നത്. ഈ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരെ പരിശീലനം ലഭിച്ച കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന സർവേയിലൂടെ കണ്ടെത്തുന്നു. ആദിവാസി മേഖലയിലാണെങ്കിൽ ST പ്രൊമോട്ടർമാരെയാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. സർവേ വിവരങ്ങളുടെ വെരിഫിക്കേഷൻ നടത്തുന്നത് ഫീൽഡ് തല ഉദ്യോഗസ്ഥരാണ്. സർവേ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഭൂരഹിത ഭവനരഹിതരെ കൂട്ടിച്ചേർക്കാനുള്ള അധികാരമുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കാണ്. ലൈഫ് വീടുകൾ വിൽക്കുന്നതിനും കൈമാറ്റം നടത്തുന്നതിനുമുള്ള കാലാവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അന്ന് 7 വർഷമായിരുന്നു കാലാവധിയെങ്കിൽ ഇന്നതിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച വീടുകൾ വിൽക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള കാലാവധി ഉയർത്തിയിട്ടുണ്ട്. ഇനി മുതൽ 12 വർഷം കഴിഞ്ഞാൽ മാത്രമേ വീട് വിൽക്കാൻ കഴിയുകയുള്ളൂ. പദ്ധതിയുടെ തുടക്കത്തിൽ വിൽപ്പന കൈമാറ്റത്തിൻ്റെ കാലാവധി 12 വർഷം തന്നെയായിരുന്നു. പിന്നീടത് 10 വർഷമായി കുറച്ചിരുന്നു. കഴിഞ്ഞ ജൂലൈ 1 മുതൽ അത് വീണ്ടും കുറച്ച് 7 വർഷമാക്കിയിരുന്നു. അടിയന്തര ഘട്ടത്തിൽ മുൻകൂർ അനുമതിയോടെ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നത്. എന്നാൽ 7 വർഷ കാലാവധി പദ്ധതിയുടെ ലക്ഷ്യത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിൽ വിൽപ്പനയുടെയും കൈമാറ്റത്തിൻ്റെയും കാലാവധി വീണ്ടും 12 വർഷമായി ഉയർത്തിയിരിക്കുന്നു. വിൽപ്പന കൈമാറ്റത്തിൻ്റെ കാലയളവ് 7 വർഷമാക്കിയപ്പോൾ ചെയ്ത വീഡിയോയിൽ അന്നത്തെ അപ്ഡേഷനാണ് പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതമായത്. ലൈഫ് വീടുകൾ മാത്രമല്ല, PMAY, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനസഹായം ലഭിക്കുന്ന മറ്റു പദ്ധതിയിലെ വീടുകൾ എന്നിവയ്ക്കും ഇതേ വ്യവസ്ഥ ബാധകമാണ്. അതുമാത്രമല്ല, ഭൂമി പണയപ്പെടുത്തി ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നതിനും ഇത് ബാധകമാണ്. ഈ 12 വർഷം എന്നത് കണക്കാക്കുന്നത് ഗുണഭോക്താവ് അവസാന ഗഡു സ്വീകരിച്ച സമയം മുതൽക്കാണ്. അതേസമയം ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് സ്വന്തം നിലയിൽ വീട് പണയപ്പെടുത്തി ബാങ്കുകളിൽ നിന്നും ലോൺ എടുക്കാവുന്നതാണ്. മുൻകാലങ്ങളിൽ ഗുണഭോക്താവിന് വീട് പണയപ്പെടുത്തി ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയിൽ അപേക്ഷ നൽകി അനുമതി തേടണമായിരുന്നു. ഇനി അത് വേണ്ട. ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ബാങ്കിനെ സമീപിക്കാമെന്നാണ് റിപ്പോർട്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ.